കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പേരൻസിൻ്റെയൊക്കെ മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. എനിക്കിത് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടുകയും ചെയ്തു. അതായത് അത്യാവശ്യം കുഞ്ഞിന് വേണ്ട ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് അതുകൊണ്ട് ബേഡ്സിൻ്റെ ആയിരുന്നു. ബേഡ്സ്, പിന്നെ അതുള്ള വെഹിക്കിൾസ്, ആനിമൽസ്, അത് ഡൊമസ്റ്റിക് ആൻഡ് പെറ്റ് ആനിമൽസ്, വൈൽഡ് ആനിമൽസ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, പിന്നെ ABC വന്നിട്ടുള്ളത് അത് വെജിറ്റബിൾസ്, ഷേപ്സ് ആൻഡ് കളേഴ്സ്, ഗുഡ് ഹാബിറ്റ്സ്, പിന്നെ നമ്പേഴ്സ് ആൻഡ് ലാസ്റ്റ് ബോഡി പാർട്സ്. ഇതൊരു 12 ബുക്സാട്ടോ. ഇത് 12 ബുക്സാണ്. അവന് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ഈ ബുക്കൊക്കെ. ബേഡ്സാണ് ഫസ്റ്റ് ഞാൻ കാണിച്ചപ്പോഴത്തേക്കും ബേഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമായി. ആനിമൽസിനൊക്കെ ബുക്ക് കാണിച്ചപ്പോഴത്തേക്കും എപ്പോഴും അത് നോക്കിയിരിക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ബാക്കിലുണ്ട്, അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. പിന്നെ കുട്ടികളാണ് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും ബുക്കൊക്കെ. പിന്നെ വന്നിട്ട് പേജസ് അറിയാമല്ലോ, കുട്ടികൾക്ക് വണ്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ ഇത് കണ്ടോ, ഈ ഒരു 2 കോട്ടിങ് ഉണ്ട് ഇതിന്. ഒരു സാധായിട്ടുള്ളൊരു, പിന്നെ ഒരെണ്ണം അല്ലാതൊരു പ്ലാസ്റ്റിക്. ഇതുണ്ട് ഇങ്ങനൊരു കോട്ടിങ്. അത് കുഞ്ഞുങ്ങളല്ലേ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ വന്നിട്ട് ഇതാദ്യമുണ്ട്, അതിനകത്തൊക്കെ അത് കണ്ട, അത് ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഡൊമസ്റ്റിക് ആൻഡ് പെറ്റ് ആനിമൽസ് ഇതൊക്കെ കണ്ടുകഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവൻ ഒത്തിരി നന്നായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 2-3 വാക്കുകളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് വൈൽഡ് ആനിമൽസാണ്. അപ്പം ഒത്തിരി കൂടുതൽ മൃഗങ്ങളെ, അതായത് ഒത്തിരി മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അറിയത്തില്ലാത്ത കുറേ എണ്ണം ഉണ്ടാവും. നമ്മൾ പറഞ്ഞ് കേട്ടുള്ളതല്ലാതെ അവൻ കണ്ടിട്ടില്ല വേറെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. പിന്നെ വന്നിട്ട് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് ആകുമ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബുക്കാട്ടോ. അതിങ്ങനെ വാരി വലിച്ചിട്ട് അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഫ്ലവേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ പിന്നെ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒന്നിനെ കണക്ട് ചെയ്തെന്നുള്ളത് ബുക്ക് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ കറിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നേരത്ത്, പച്ചക്കറി അറിയാൻ നേരത്തൊക്കെ ഞാനാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും. ഈ ബീറ്റ്റൂട്ട് ആണെങ്കിൽ എടുത്തിട്ട് കാണിക്കും. ഒരു പ്രാവശ്യം ഇങ്ങനെ ഇതുപോലെ ബീറ്റ്റൂട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ തേച്ച് കൊടുത്തു, അപ്പോഴത്തേക്കും അതിൻ്റെ കളർ വരുമല്ലോ. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാനിത് കാണിച്ചു കൊടുത്തു. ഇതാ സംഭവം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ പെട്ടെന്ന് കണക്റ്റായി. അതിങ്ങനെ കയ്യിൽ നോക്കി, അപ്പം പെട്ടെന്ന് കണക്റ്റാവും. പിന്നെ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ കറിയൊക്കെ വെക്കാൻ നേരത്ത് ഇത് എടുത്തിട്ട് കാണിച്ച് കൊടുത്തിട്ട് ഈ പിക്ചർ കാണിച്ചാൽ മതി. അപ്പം അവർക്ക് പെട്ടെന്ന് കണക്റ്റാവും. ഓണിയനൊക്കെ ആണെങ്കിലും അത്യാവശ്യം പിക്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് പിന്നെ ഷെയ്ഡ്സ് ആൻഡ് കളേഴ്സ് അറിയാം, ഷെയ്ഡ്സ് ഒന്നും പഠിച്ചിട്ടില്ല. കളേഴ്സൊക്കെ അത്യാവശ്യം അറിയാവുന്നതാണ് കേട്ടോ. ആൻഡ് ഗുഡ് ഹാബിറ്റ്സ് ഇത് ഞാനിപ്പോൾ ഗുഡ് ഹാബിറ്റ്സിൻ്റെ ഞാനൊന്നും തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ പടമൊക്കെ ഇങ്ങനെ കാണിച്ച് കൊടുക്കും, അത്രയ്ക്കായില്ല. പിന്നെ ബോഡി പാർട്സിൻ്റെ അവനറിയാം. ബോഡി പാർട്സ് പറയുമ്പോൾ അവനറിയാം. പറഞ്ഞാൽ അന്നേരം തൊട്ട് കാണിക്കും. ഇതിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്നത് 5 സെൻസസ് ആണ്. ടച്ച്, ഹിയറിങ്, ടേസ്റ്റ്, സ്മെല്ല്, പിന്നെന്താ പറയുക, സൈറ്റ്, അങ്ങനെ 5 സെൻസസ്. ഒരു പാർട്സിൽ ഇൻറ്റേർണൽ ആയാലും ഒക്കെ കൊടുത്തിട്ടുണ്ട്.
വരുന്നത് നമ്പേഴ്സാണ്. ആദ്യത്തേത് ഈ നമ്പേഴ്സ്, പിന്നെ വേണ്ട നമ്പേഴ്സിനനുസരിച്ച് അതിൻ്റെ കൗണ്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ അല്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടോ. പിന്നെ ഇത് 100 വരെ വരുന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കൊണ്ട് റോമൻ ലെറ്റേഴ്സാണ് വന്നേക്കുന്നത്. പിന്നെ ABC നമ്മൾ A for ആപ്പിൾ, B for ബോൾ, അങ്ങനെ കൂടിയിട്ട് അങ്ങനെ ABC. അപ്പോൾ ഇതിൻ്റെ ബാക്കിലും പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എനിക്കിത് മീഷോയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതായത് കുറച്ചായിട്ട് അങ്ങനെ നമുക്ക് ബുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ ഒരെണ്ണം ഒരു സെറ്റായിരിക്കും. അപ്പം ഇതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എല്ലാം കൂടെ എനിക്കൊരു ഒറ്റ ഇതിൽ കിട്ടി. അതുമല്ല വളരെ ചീപ്പായിട്ടുള്ള റേറ്റിലാണ് എനിക്കിത് വാങ്ങാൻ പറ്റിയത്. അപ്പോൾ ബുക്ക് കൊടുക്കാൻ പറയുമ്പോഴത്തേക്കും എടുത്ത് കൊടുത്താൽ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഇരുന്ന് കണ്ട് പഠിച്ചൊക്കെ ഇരുന്നോളൂ. അപ്പോൾ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. പിന്നെ കുറച്ച് നേരമൊക്കെ അത് നോക്കി നമ്മൾ ശല്യപ്പെടുത്തത്തില്ല. കുറച്ച് നേരം അത് നോക്കിയൊക്കെ ഇരിക്കും. ഓക്കെ, താങ്ക് യു.